ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക്. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണത് മാങ്ങ കൊണ്ടുള്ള ഒരു ഹൽവയാണ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് മല്ലിക മാങ്ങയാണ്. അതിൽ ആര് വളരെ കുറവായതുകൊണ്ടാണ് മല്ലിക മാങ്ങ എടുത്തത് കേട്ടോ. എന്നിട്ട് അതിൻ്റെ തോലൊക്കെ ചെത്തിയിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ സാധാരണ ജ്യൂസ് അടിക്കില്ലേ, അതുപോലെ നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ അടിച്ചെടുക്കുമ്പോൾ എന്താ വെച്ചാൽ ഏകദേശം 1 ലിറ്ററോളം വേണം. അതിനനുസരിച്ച് വെള്ളം ചേർത്തിട്ട് അടിച്ചെടുത്തോളൂ. അപ്പം അത് അടിച്ചെടുക്കുന്ന സമയത്ത് നമുക്കിവിടെ 1/4 ബൗള്, ഈ ബൗളിന് ഇപ്പോൾ ഇതിൽ കാണുന്ന ബൗള് കണ്ടോ, അതിനൊരു 1/4 ബൗള് കോൺഫ്ലോറാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കോൺഫ്ലോറിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത് കട്ട കെട്ടാതെ നമ്മൾ അതിലേക്ക് കലക്കിയെടുക്കുകയാണ് വേണ്ടത്. കട്ട കെട്ടില്ല, കോൺഫ്ലോറിൽ വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്താൽ അത് വളരെ പെട്ടെന്ന് തന്നെ അതിൽ മെൽറ്റായിട്ട് നമുക്ക് കിട്ടുന്നതാണ് കോൺഫ്ലോർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ കണ്ടോ, ഈ പരുവത്തിൽ അതിൽ കട്ട കെട്ടാൻ പാടില്ല, അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ആക്കി കഴിഞ്ഞിട്ട് നമ്മളിത് മാങ്ങ അടിച്ചു വെച്ചിരിക്കുന്ന ആ മിശ്രിതം ഉണ്ടല്ലോ, അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ മാങ്ങയുടെ പ്യൂരിയും പിന്നെ ഈ കോൺഫ്ലോറും എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആവണം. അപ്പോൾ അങ്ങനെ അതൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇനി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യാണ്. അതിൽ കാഷ്യൂനട്ടാണ് വറുത്തെടുക്കുന്നത്. ഇത് നമുക്ക് ആ മാങ്ങയുടെ മിശ്രിതത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൽവയല്ലേ, അപ്പോൾ അതിൻ്റെ ഇൻ ബിറ്റ്വീനൊക്കെ ഇങ്ങനെ കടിക്കാനായിട്ടുണ്ടാകുമ്പോൾ അത് നല്ലൊരു ടേസ്റ്റ് ആണല്ലോ. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് 1 ബൗള് പഞ്ചസാരയാണ്. മാങ്ങയ്ക്ക് അത്യാവശ്യം മധുരം ഉണ്ടാവുകൊണ്ട് നമ്മൾ 1 ബൗളാണ് ഉപയോഗിക്കുന്നുള്ളൂ. ഇനി പാകത്തിന് നല്ല സ്മെല്ലൊക്കെ വരാനായിട്ട് ഏലക്കപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം ഏലക്കപ്പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതൊക്കെ മിക്സ് ചെയ്തു. ഇപ്പോൾ അടുപ്പത്ത് വെച്ചു കേട്ടോ. അടുപ്പത്ത് വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് തളയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആദ്യം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ഉടനെ 1 ടേബിൾ സ്പൂൺ കൂടി നെയ്യ് അതിലേക്ക് ചേർത്ത് കൊടുത്തോളൂ. അപ്പോൾ എന്താ വെച്ചാൽ ആ നെയ്യിൻ്റെ ഫ്ലേവർ അതിൽ നന്നായിട്ട് ഉണ്ടാവും. എന്നിട്ട് എഗെയിൻ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഈ അവസ്ഥ. അതിൻ്റെ നിറം മാറി മാറി വരുന്നുണ്ടോ. അപ്പോൾ ഇങ്ങനെ നിറം മാറി വരുമ്പോൾ നമുക്ക് അത് നമ്മളതിൽ കയ്യിലിട്ടിട്ട് നമ്മൾ ഇളക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിന് കട്ടി കൂടി വരുന്നുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഈ കട്ടിയും പോരാ, ഒന്നും കൂടി കുറുകേണ്ടതായിട്ടുണ്ട്. നമുക്ക് അപ്പോഴേക്കും ഒരു ഡിഷ് നമുക്ക് ഓയിലൊക്കെ പുരട്ടി വയ്ക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പാകമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്, ഈ ഡിഷിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇങ്ങനത്തെ ഒരു പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. എന്നിട്ട് ഈ പാകമാവുന്ന സമയത്ത് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യുക. എന്നിട്ട് അതൊന്ന് ആറാനായിട്ട് വെച്ചോളൂ. ഒരു ഇളം ചൂടാവണ വരെ വെയിറ്റ് ചെയ്തിട്ട് അപ്പോഴേക്കും അതിന് കട്ടി കറക്റ്റ് പാകമായിട്ടുണ്ടാവും. എന്നിട്ട് ഇളം ചൂടാവണ സമയത്ത് നമ്മളിതാ ഈ ബൗളിലേക്ക് അതിനൊഴിച്ച് വെച്ച് ഒരു 2.5 മണിക്കൂർ സെറ്റ് ചെയ്യാനായിട്ട് വെക്കുക. 2.5 മണിക്കൂർ ആകുമ്പോഴേക്കും അതൊക്കെ നല്ലോണം തണുത്ത് ആറി, ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, പുറത്ത് തന്നെ വെച്ചാൽ മതി. ഒരു 2.5 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഈ പരുവമായിട്ട് നമുക്ക് ഹൽവയായിട്ട് അത് റെഡി ആയിട്ട് കിട്ടും. വളരെ ഈസിയാണ് വീട്ടിലുണ്ടാക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കോൺ ഹൽവയൊക്കെ നമുക്കിപ്പോൾ ബേക്കറിയിലൊക്കെ ഇഷ്ടംപോലെ വാങ്ങാൻ കിട്ടും അല്ലേ. വീട്ടിലുണ്ടാക്കാനായിട്ട് വളരെ ഈസിയാണ് ഇത്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ഈ റെസിപ്പി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കോൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ നമ്മളിടുന്ന നോട്ടിഫിക്കേഷൻ വേഗം കിട്ടും. അപ്പോൾ ടേക്ക് കെയർ, ബൈ.